സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങളുടെ സ്ഥാപനത്തിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫൈൽ എന്താണ് എന്നറിയാം. ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിലും മറ്റ് പലതരത്തിലും പല മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും ഏറ്റവും വലുതാണ് എന്ന് പറയാൻ കഴിയും. ഈ സ്ഥാപനത്തിൽ ഏകദേശം 55 വിഭാഗങ്ങളുണ്ട്. അതിൽ സാധാരണയായി എല്ലാ ആശുപത്രിയിലും കണ്ടുവരുന്നതായ വിഭാഗങ്ങളുണ്ട്. മറ്റ് ചില വിഭാഗങ്ങൾ വളരെ ചെറിയ നമ്പർ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതും ഉള്ള ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 600 പേര് ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പിന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുകയാണെങ്കിൽ MBBS മുതൽ DM, PhD പോലുള്ളതായ പലതരത്തിലുള്ളതായ കോഴ്സുകൾ നടക്കുന്ന ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ OP-യിലും കാഷ്വാലിറ്റിയിലും രോഗികൾ വരുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഏകദേശം ഇവിടെ ഒരു ദിവസം വന്നു പോകുന്ന രോഗികൾ 4000 മുതൽ 5000 വരെ പാവപ്പെട്ട രോഗം അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. മാത്രമല്ല, ഇപ്പോൾ നവീകരിച്ചതായ നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിലും ഏകദേശം 1000 പേരോളം ചികിത്സ തേടി വരുന്ന അധ്യായിക പുതിയ ബിൽഡിംഗ്. അതോടൊപ്പം തന്നെ ഇവിടെ മേജർ സർജറികൾ, മൈനർ സർജറികൾ, അപൂർവമായ സർജറികൾ തുടങ്ങി പലതരത്തിലുള്ളതായ ശസ്ത്രക്രിയകളും നടത്തി വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്കറിയാം, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ കേസുകൾ പോലും കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ രോഗികൾക്ക് സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇവിടെ വളരെ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ഞങ്ങളുടെ സ്റ്റാഫ്, ഫാക്കൽറ്റി, മറ്റ് നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ തുടങ്ങി കുറേ പേരുകളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഈ സ്ഥാപനം ഈ നിലയിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അധ്യാപന രംഗത്ത് നിങ്ങൾക്ക് പ്രിൻസിപ്പൽ മുതൽ തുടങ്ങുകയാണെങ്കിൽ 1951 തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ വളരെയധികം മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള സീറ്റുകളാണ് പ്രിൻസിപ്പലിൻ്റെ. അതുപോലെ തന്നെ വളരെ കഴിവുറ്റ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഓൾ ഇന്ത്യ റാങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പിന്നെ ഇവിടുത്തെ സർവീസുകൾ, ധാരാളം സർവീസുകൾ കൊടുക്കുന്നുണ്ട്. കോളേജിലായാലും ഹോസ്പിറ്റലായാലും നമ്മുടെ സർക്കാരുകൾ വളരെ കാര്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് കോടിക്കണക്കിന്, അതിൻ്റെ കണക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായ സ്ഥാപനം കൂടിയാണ്. വളരെയധികം വ്യക്തികൾക്ക് സർവീസ് കിട്ടുന്ന ഈ സ്ഥാപനത്തിൽ ചെറിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു മൈനർ നെഗ്ലക്റ്റബിൾ കാര്യം വെച്ച് കൂടുതൽ വിവാദങ്ങളിൽ പോവാതെ നമുക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടിക്കൊണ്ട് നിങ്ങളും ഞങ്ങളും പൊതുജനങ്ങളും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇന്ന് പ്രസ് മീറ്റ് ഇവിടെ നടത്താൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു 1-2 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ചെറിയ ഒരു പ്രശ്നം, അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഗവൺമെന്റിനും പൊതുജനങ്ങൾക്കും. അദ്ദേഹം മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ഡോക്ടർമാരും, ജൂനിയർ റെസിഡൻസ് ആവട്ടെ, സീനിയർ റെസിഡൻസ് ആവട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവട്ടെ, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആവട്ടെ, എല്ലാവരും വളരെ ആത്മാർത്ഥമായി
നിസ്വാർത്ഥ സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇടുകയും അത് വളരെ കോൺട്രവേഴ്സികൾ വിളിച്ച് വരുത്തുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നതിനാൽ അത് ഗവൺമെൻറ് ഇടപെടുകയും വളരെ കാര്യമായി അതിൽ ഇടപെടുകയും ഒരു കമ്മിറ്റി ഇതിനു വേണ്ടിക്കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടിക്കൊണ്ട് നിയോഗിക്കുകയും ഉണ്ടായി. ആ കമ്മിറ്റിയിലുമുള്ളത് പ്രഗത്ഭരായ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭരാണ് എന്ന് പറയാവുന്ന തരത്തിലുള്ളതായ ഡോക്ടർമാരാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് തരികയുണ്ടായി. ആദ്യത്തെ റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HTSന്റെ പ്രവർത്തനം ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ പവർ കൂട്ടുക എന്നുള്ളതായിരുന്നു. ആ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ മന്ത്രിസഭ തലത്തിൽ നടന്നു വരുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അല്ലെങ്കിൽ കമ്മിറ്റി ഒരു പോയിന്റ് പറയുന്നുണ്ടായി. ഒരു ഉപകരണം അവിടെ കാണുന്നില്ല എന്ന് എൻക്വയറി കമ്മിറ്റി അത് സൂചിപ്പിക്കും, അത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻ്റെ സുഹൃത്തായ ഡോക്ടർ മാക്സ്. മൂന്നാമത്തെ കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് പിന്നെ പറഞ്ഞു. 3 റെക്കമെൻഡേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ കാര്യം സർക്കാർ സർവീസിലുള്ള ഞാനാവട്ടെ, ഡോക്ടർ സുനിലാവട്ടെ, ഡോക്ടർ ആരിസാവട്ടെ, മറ്റ് ആരാണെങ്കിൽ തന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ചെറിയ പ്രൊസീഡിംഗ് നടത്തണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു പോയിന്റ് കൂടെ അതിൽ എഴുതി ചേർത്തിട്ടില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു മെമ്മോ ഗവൺമെന്റ് ലെവലിൽ സർവ് ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അത് റുട്ടീൻ ഇത് ഈ സംസാരിക്കുന്ന ഞാൻ ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ. അതല്ലാതെ കണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ഒരു ഉദ്ദേശം എനിക്കുമില്ല, സർക്കാരിനുമില്ല. രണ്ടാമത്തെ കാര്യമായ ഒരു ഇൻസ്ട്രുമെന്റ് സർക്കാരിന്റെ സാധനം പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, സർക്കാർ എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഉപകരണം എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിക്കൊണ്ട് DME തലത്തിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച DMEയുടെ നേതൃത്വത്തിൽ അവിടെ പല സ്ഥലങ്ങളിലും പരിശോധിച്ചു, കണ്ടില്ല. അതിനുശേഷം പക്ഷെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി. അവിടെ ഇൻസ്ട്രുമെന്റ് ഉപകരണം കാണുന്നുണ്ടായി. അന്ന് എൻ്റെ സുഹൃത്തായ എൻ്റെ സഹപ്രവർത്തക ഡോക്ടർ ടോണി എൻ്റെ അരികെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ടോണി എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ പോയത്. അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്ട്രുമെന്റ് കാണിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പരിപൂർണമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു വിശദമായ പരിശോധന നടത്തണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്നലെ ഞങ്ങൾ വീണ്ടും ആ റൂമിലോട്ട് കയറിയുണ്ടായി. ആ സമയത്ത് എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ സാജു ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ഡോക്ടർ ടോണി ഉണ്ടായിരുന്നു. പിന്നെ DME പോലുള്ളതായ ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സ് ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സ് കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനത്തിന്റെ ആശുപത്രി സംബന്ധ കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതുണ്ടെങ്കിൽ സൂപ്രണ്ട് എൻ്റെ എത്തിയിരിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കാം. എനിക്ക് പറയാനുള്ളത് ഇതൊരു വലിയ സ്ഥാപനമാണ്, നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും സ്ഥാപനമാണത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതും എല്ലാവരുടെയും ആവശ്യമാണ്. അതിനു വേണ്ടിക്കൊണ്ട് മാധ്യമ സുഹൃത്തുക്കളും പൊതുജനങ്ങളും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിൻസിപ്പൽ ഞാൻ നിർത്തട്ടെ. ഇനി നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ വളരെ ഹെൽത്തിയായി ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് സംസാരിക്കാം. അവിടെ പരിശോധിക്കുമ്പോൾ ആദ്യ ദിവസം കാണാത്ത ഒരു പെട്ടി അവിടെ കണ്ടു എന്നുള്ളതാണ്. അല്ല മോളെ, അങ്ങനെയല്ല. ആദ്യത്തെ ദിവസം നോക്കുന്നത്
വാർഡുകൾ തിയേറ്റർ ഭാഗങ്ങളായി. HOD റൂം പരിശോധിച്ചില്ല. അങ്ങനെയാണ് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് HOD റൂം പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയത്. ഞാൻ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ല. അപ്പം ഞാൻ 1-2 സാധനം എനിക്ക് കാണിച്ചു തന്നു. ടോണി എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഇതിലേക്ക് എഴുതി വെച്ചിട്ടിരിക്കുന്നു. ടോണി പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു ഇത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നവർ സംസാരിക്കണം അല്ലെ നോക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഒരു സർജൻ ടീം, ഇവരിൽ പലരും സർജൻസാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമത് ഇന്നലെ പരിശോധന നടത്തി. അതായത് ആദ്യം പറഞ്ഞത് ആദ്യത്തെ ദിവസം പരിശോധിച്ചപ്പോ ഒരു കാണാത്ത ഒരു സാധനം രണ്ടാമത്തെ ദിവസം കണ്ടു. വിശദമായ പരിശോധന, അതിലൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വിശദമായി പരിശോധിച്ചു. അപ്പോഴാണ് ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആദ്യ ദിവസം പരിശോധിക്കുമ്പോൾ ആ പെട്ടി അവിടെ ഉണ്ടായിരുന്നില്ലേ? വലിയ പെട്ടി ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. മറ്റേ ഒരു വലിയ പെട്ടി അവിടെ ഇല്ലായിരുന്നു. സെക്കൻഡ് ഡേയിൽ അത് വന്നു, അതവിടെ കണ്ടു. അതാണ് പറഞ്ഞത്. നമുക്ക് അതിനെ പറ്റി അന്വേഷണം പിന്നീട് പോയി നടത്തിയ പരിശോധനയിൽ ഉപകരണം കണ്ടെത്തി. അപ്പോൾ ആ കണ്ടെത്തിയ ഉപകരണം നേരത്തെ ഉണ്ടായിരുന്ന ഉപകരണമല്ല, പുതിയ ഉപകരണമായിരുന്നു എന്നതാണ് അതിനെപ്പറ്റി ഒരു സെക്കൻഡ് മനെ. അതിനുശേഷം നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു. അതാണോ ഇതൊക്കെ നോക്കുന്നത്. അതാണ് പറഞ്ഞത്. നമുക്ക് ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. അത് 2-ാം തീയതി 2 ഓഗസ്റ്റ് 2-നാണ് അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ക്ലിയർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ചെറിയ ബോക്സിൽ എന്താണെന്ന് ആദ്യ പരിശോധനയിൽ നോക്കിയിരുന്നു. ആദ്യ ദിവസം ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ അത് ഓസിലോസ്കോപ്പ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു. അത് എഴുതി വെച്ചിട്ടുണ്ട്, താഴെ എഴുതി വെച്ചു. അതുകൊണ്ട് ആദ്യ പരിശോധന ഞാൻ അല്ല ഞാൻ രണ്ടാമത്തെ പരിശോധന കണ്ടില്ല. ആ റൂമിൽ പരിശോധിച്ചിട്ടില്ല. ഡോക്ടർ ഹാരിസിന്റെ റൂമിൽ എപ്പോഴാണ് പരിശോധിച്ചപ്പോ? അത് ആദ്യത്തെ പരിശോധനയാണോ അല്ല രണ്ടാമത്തെ പരിശോധന? ഡോക്ടർ ഹാരിസിന്റെ മുറി എത്ര തവണ പരിശോധിച്ചിട്ടുണ്ട്? 2 തവണ. ആദ്യത്തെ പരിശോധനയിൽ നിങ്ങൾ ഈ മോസിലോസ്കോപ്പ് കണ്ടെത്തിയിട്ടില്ല. മേഡം, രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ഞാൻ പോകുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്. അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഐഡന്റിഫൈ ബോധം എനിക്കില്ല. ഒരു പ്രിൻസിപ്പളാണെന്ന് എനിക്ക് കാര്യമില്ല, എനിക്ക് എല്ലാം അറിയണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് DMയോട് പറഞ്ഞു, സാർ ഒരു സാധനം ഞാൻ കണ്ടു, അതിന്റെ വിശദമായിട്ട് ഒരു സർജൻ ടീമും ടെക്നിക്കൽ ടീമും അതുകൊണ്ടാണ് ഇന്നലെ പരിശോധിച്ചത്. അതായത് ആദ്യം പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. ആ ചെറിയ ബോക്സിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ മുകളിലല്ല ഈ സാധനം ഇതാണെന്ന് കരുതാം, ഇൻസ്ട്രുമെന്റ്. അതിന്റെ താഴെ അല്ലേ ടോണി? അങ്ങനെയല്ലേ? പേപ്പറിന്റെ താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതി. അപ്പൊ എനിക്കറിയില്ല. അതിന്റെ കൂടെ അപ്പൊ ബില്ല് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈ ബില്ല് അവിടെ ഉണ്ടായിട്ടില്ല. രണ്ടാം പരിശോധനയിലാണ് വലിയ ബോക്സും ബില്ലും കണ്ടത്. ഈ ബോക്സിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നു, അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ മോസിലോസ്കോപ്പ് ഇല്ല. അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര്? നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയത്. അത് രണ്ടാം പരിശോധന. രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധന. അത് ആദ്യ പരിശോധന. രണ്ടാമത്തെ അല്ല, കറക്റ്റ് ചെയ്യണം, മൂന്നാമത്തെ പരിശോധന. ഈ മൂന്നാം പരിശോധനയിൽ കണ്ട ബോക്സ് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഡോക്ടർ ഹാരിസ് അവധിയിലാണ്. ആ മുറിയുടെ താക്കോൽ ഡോക്ടർ ടോണിയുടെ കയ്യിലാണ്. അപ്പോൾ 2 തവണ പരിശോധിച്ചതും ഡോക്ടർ ടോണിയിൽ നിന്ന് താക്കോൽ വാങ്ങിയ ശേഷമായിരിക്കും. അപ്പൊ ചോദ്യം വരുന്നില്ല സാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാരായിരിക്കാം അവിടെ കൊണ്ടുവച്ചത്? അതെനിക്ക് അറിയുന്ന എങ്ങനെയാണോ CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പൊ അതിനുവേണ്ടി വിശദമായിട്ട് അത് CCTV ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, സ്വിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതിന് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അത് കോംപ്ലിക്കേറ്റഡ് ആകുന്നതല്ല, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു HODയുടെ മുറിയിൽ വേറൊരാൾ കയറി അവിടെ എന്ന് ഞങ്ങൾ കാണുന്നതായിട്ട് തോന്നുന്നു. അത് വലിയ ഇഷ്യൂ ആണ്. ഉണ്ടായതിനെക്കാട്ടും വലിയ ഇഷ്യൂ
അല്ല, അത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാഡം. അപ്പൊ അത്രയധികം സുരക്ഷ മാത്രമേ മെഡിക്കലി പറഞ്ഞാൽ അല്ല, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളൂ. ഒരു HOD-യുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി നിർത്താൻ പറ്റില്ല. CCTV അങ്ങനെ ഒരു സംശയമുണ്ട്, അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിന് പരിശോധിക്കേണ്ടതാണ്. ഒരു വ്യക്തി അല്ല, അതറിയില്ല. CCTV കംപ്ലീറ്റ് ക്ലിയർ ആവണമെന്നില്ല. മൊത്തം എടുക്കണം, ഫുൾ സീക്വൻസ് എടുക്കണം. സാർ, നമ്മളൊരു അസ്വാഭാവികമായ ഒരു CCTV കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കുന്നത് അതിന്റെ സമയവും ഇതൊക്കെ ഈ സമയമായിട്ട് നമ്മൾ നോക്കിയില്ല എന്നാണ്. അല്ല, സമയത്ത് നോക്കിയിട്ടുണ്ട്. അതിന്റെ വീണ്ടും ഇത് ഞാൻ ഇന്ന് പറഞ്ഞ മാതിരി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതിന്റെ ടൈം കാര്യം പറയാൻ പറ്റും. സാർ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഹാരിസിനെ വീണ്ടും സംശയദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു ക്ലാരിഫൈ ദ ഡേറ്റ്, ടൈം, അത് എന്താണ് എന്നുള്ളത് അടക്കം പറയണം. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ പോലീസ്. അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. അതെന്ത് ഞാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്നലെയാണ് കണ്ടെത്തിയത്. അല്ല, ആ സാധനങ്ങളൊക്കെ നോക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇത്ര പെട്ടെന്ന് പലരും വിളിച്ചു, വളരെ ആംഗ്യൂഷ്. അപ്പൊ അതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുക എന്നുള്ളതാണ് പ്രസ് മീറ്റിൽ ഉദ്ദേശിച്ചത്. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ടിന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ അവിടെ കയറുന്നുണ്ടെങ്കിൽ അതെന്തോ അസ്വാഭാവികതയില്ല. ഫുൾ വീഡിയോ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ആ റൂമിനകത്ത് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ആ റൂമിനകത്ത് ഇടയ്ക്ക് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതിന് ഫുൾ വീഡിയോ എടുത്ത് അത് കൃത്യമായി പരിശോധിച്ചാലേ കൃത്യമായി താക്കോൽ ഉപയോഗിച്ച് തുറന്നാണോ കയറിയത്? അത് ആ വിഷ്വൽ കാണാൻ പറ്റുമല്ലോ. അല്ല, അത് കാണില്ല. ബ്രേക്ക് ചെയ്തതാണോ? അല്ല, ബ്രേക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല. അദ്ദേഹം KGMCT ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ റൂമിന്റെ പുറകുവശം സ്ലൈഡിംഗ് ഗ്ലാസ് ആണ്. ആർക്ക് വേണമെങ്കിലും കയറാം. അവിടെ CCTV ഇല്ല, സുരക്ഷിതത്വം ഒന്നുമില്ല. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് അവിടുത്തെ ഫയലുകളും ഈ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച ഒരു കുറിപ്പുണ്ട്. ഡോക്ടർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് എത്തിച്ചേരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം നിലനിൽക്കെ അങ്ങനെ SSPയുടെ ചുറ്റും CCTV ഉണ്ട്. അവിടെ ആര് കയറിയാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു 110ഓളം 103ഓളം CCTVകളുണ്ട്. ഇതെല്ലാം വെരിഫൈ ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല, അത്രയും സമയം എടുക്കും. ഇത്രയും സമയത്ത് ഒരു ദിവസത്തെ ഫുൾ ഇരുന്ന് നോക്കണം. അതവരെ ക്ലാരിഫൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഉപകരണം കാണാതാകുമ്പോൾ അതിന്റെ കസ്റ്റോഡിയൻ ആരാണ് സാർ? ഈ ഉപകരണത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഏത് വർഷമാണ് സാർ ഉപകരണം കാണാതായി? കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 2024 കാലഘട്ടത്തിൽ. അന്ന് കസ്റ്റോഡിയൻ ഡോക്ടർ ഹാരിസ് ആണ്. നമ്മൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുത്തത്. അദ്ദേഹം HOD ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ കാണാതാകുമ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ കസ്റ്റോഡിയൻ. ഈ പറയുന്ന 2 ഓഗസ്റ്റിന് പുതിയൊരു ബില്ല് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാലപ്പഴക്കം ഡോക്ടർ ഇല്ല, അതൊരിക്കലും പറയാൻ പറ്റില്ല. അത് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. യൂറോളജി എക്സ്പെർട്ട് യൂറോളജി ആരെങ്കിലും വന്നാൽ ഇത് ഉപയോഗിച്ചാണ്. ഈ താക്കോല് ഡോക്ടർ ഹാരിസിന്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലയേൽപ്പിച്ച ഡോക്ടർ ടോണി തോമസിന്റെ കയ്യിലോ ആയിരിക്കുമല്ലോ ഉണ്ടാവും. അവരറിയാതെ ഈ താക്കോല് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പൊ അവരെടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അത് അവരോട് സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്തിട്ടിരിക്കുന്നു. ആദ്യം നമ്മുടെ ഈ കാര്യം തന്നെ ക്ലാരിഫൈ ചെയ്യണം. ആരെങ്കിലും കയറിയിട്ടുണ്ടോ അത് വ്യക്തമാണെന്നുള്ളത്. ആരാണ് കയറിയത്? അപ്പൊ ഇതിന് നമ്മൾ ഫർദറായിട്ട് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മണിക്കൂറോളം എടുക്കും. 24 മണിക്കൂറെങ്കിലും എടുക്കും. ഡോക്ടർ ടോണി ഈ താക്കോൽ വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ? അങ്ങനെ ഡോക്ടർ ടോണി പറഞ്ഞിട്ടില്ല. ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഒരു HODയുടെ മുറിയിൽ ഒരാൾ അതിക്രമിച്ച് കയറി ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വളരെ ലളിതമായി ഇത് വലിയ പ്രശ്നമില്ല എന്ന് പറയാൻ എങ്ങനെയാണ്? പ്രശ്നമില്ല എന്നല്ല പറയുന്നത്. ഇത്രയും സമയം എടുക്കും. ഇത്രയും 103 ക്യാമറ പരിശോധിച്ചിട്ട് 24 മണിക്കൂർ അത്ര എളുപ്പമല്ല. അതിന് അത്രയും ടൈം എടുക്കും. ഈ നാട്ടില് പോലീസ് എന്ന സംവിധാനമുണ്ട്. ഇതിനെക്കാട്ടി വലിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയ പോലീസാണ്. നിങ്ങൾ കേരള പോലീസ് വിശ്വാസമില്ലേ? അങ്ങനെയൊന്നും ഇതില്ല മാഡം. അങ്ങനെയല്ല. ഇതിന്റെ ഒരു സമയത്തിന് നമുക്ക് നോക്കണം. ഇത് ഇന്ന് രാവിലെ നമ്മളത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. അല്ല, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സർക്കാരിനോടാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണ്ട. ആ സമയത്തല്ലേ നമ്മൾ എഴുതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവം ഒറ്റ കാര്യം, അതായത് ഈ മുറിക്കകത്ത് ഒരാൾ കയറി നിങ്ങൾ ആദ്യം പരിശോധിച്ചപ്പോൾ ഇല്ലാതിരുന്ന ഉപകരണം മറ്റൊരാളവിടെ കൊണ്ടുവച്ചു, അങ്ങനെയാണ്? അറിയില്ല മോനെ. സ്ഥാനം അവിടെ ഉണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് കാണാതായ സെയിം ഉപകരണമാണോ രണ്ടാമത് കണ്ടെത്തിയത്? മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയത്.
രണ്ടാമത് അതെ മോസലോസ്കോപ്പി വലിയ പെട്ടിയിലുണ്ടോ സാർ? അല്ല ചെറിയ ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി സെൻറ്റേഡ് അബൌട്ട് ദ ടിഷ്യൂ ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസ്റ്റലേറ്റർ വിത്ത് മോഴ്സിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from empty fund which was allegedly missing from the department. HOD has agreed it is partly missing and however it is not a machine constantly used. These are the reports by ഡോക്ടർ. ഇത് നാലംഗ സമിതിക്ക് ഡോക്ടർ ഹാരിസ് നാലംഗ സമിതിയോട് പറഞ്ഞു ഈ ഉപകരണം കാണാനില്ല. അത് അങ്ങനെയാണെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഹാരിസ് പറഞ്ഞതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ആണ് അത്രേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഈ നാലംഗ സമിതിയെ പരിശോധിച്ച് അത് കൺഫേം ചെയ്തു, അത് അവിടെ ഇല്ല എന്ന് കൺഫേം ചെയ്തു. അതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പരിശോധന. ഉള്ള ബില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, ഈ നാലംഗ സമിതിക്ക് ശേഷമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വീണ്ടും പരിശോധന. അപ്പോൾ ഈ സാധനം അവിടെ ഉണ്ട്, ഏത് സാധനം? ഈ മോസലോസ്കോപ്പ് അവിടെ ഉണ്ട്. മോസലോസ്കോപ്പ് ഞാൻ കണ്ടത് കഴിഞ്ഞ മിനിഞ്ഞാന്നാണ്, അപ്പോഴാണ് ചോദിച്ചത്. അപ്പോഴാണ് ഒരു ഈ മിഷ്യൻ സാധനം അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു മിഷ്യൻ അവിടെ ഉണ്ട്. അതിന്റെ താഴത്ത് മോസലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ. ഈ മോസലോസ്കോപ്പ് ആണെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ ഇതിന്റെ എൻക്വയറി വന്നിട്ടുണ്ട്. ആ എൻക്വയറിക്ക് ഫോട്ടോസ് ചെയ്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. മോസലോസ്കോപ്പിന്റെ ഫുൾ മെഷീന്റെ ഫോട്ടോസ് ചെയ്ത് കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഈ പറഞ്ഞ സാധനം കാണുന്നില്ല. വേണേ വെരിഫൈ ചെയ്യാം. പുതുതായി കണ്ടെത്തിയത്, പുതിയതായി കണ്ടെത്തിയ സാധനം അന്ന് കൊടുത്തതിൽ അതിൽ കാണുന്നില്ല. ഒന്നും കൂടി ക്ലാരിറ്റി വെച്ചുകൊണ്ട് നോക്കാം. അപ്പൊ ഇത് പുതിയ അതറിയില്ല, ചിലപ്പോ വേറെ എവിടെയെങ്കിലും മാറി ഇരുന്നതായിരിക്കാം. നമ്മുടെ കയ്യിലുള്ള പഴയ ഫോട്ടോവുമായി ഇപ്പൊ കണ്ടെത്തിയ സാധനത്തിന് മാച്ചിങ് അല്ല. മാച്ചിങ് അല്ല. ഈ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റില് അതിന്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടില്ല പഴയതില്. അതെ, ഇതൊക്കെ അത് എടുത്തു വെക്കാൻ എന്താ പറ്റിയെന്ന് അറിയില്ല. ആ സാധനം ആ ഫോട്ടോ MPസിന്റെ ഫണ്ട് വെച്ച് നമ്മൾ എന്ത് വാങ്ങിയാലും അത് അതിന്റെ റിപ്പോർട്ട് ചെയ്യാം. ഒരു ഫോട്ടോ എടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അതിലില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് അവൈലബിൾ അല്ല, ഫോട്ടോയിൽ കണ്ടില്ല. അപ്പൊ ഇതിൽ അത്ര ഒരു വിവാദത്തിന്റെ കാര്യം അതിലില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് ബുധനാഴ്ച അത് കണ്ടെത്തി. അപ്പോ ബുധനാഴ്ച ഈ പറയുന്ന ദിവസങ്ങളിൽ ഡോക്ടർ ഹാരിസ് ഇല്ല, ടോണിക്കാണ് ചാർജ്. അപ്പൊ ഡോക്ടർ ടോണി എടുത്തു വെച്ചതാണ്. അങ്ങനെയൊന്നും ഡോക്ടർ ഹാരിസ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ എന്താ സംഭവിച്ചത്. അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് അദ്ദേഹം ലീവിലാണ്. അതിന്റെ പേരിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ലീവിലാണ്. അദ്ദേഹം അദ്ദേഹം ഇന്ന് വരെ ലീവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ KGNCT കൂടുതൽ കത്തിൽ പറയുന്നത് അവിടെ പലതരത്തിലുള്ള കൃത്രിമത്വം നടത്താൻ സാധ്യത. അത് ഇന്നലെ കൊടുത്ത കത്താണ്. ഈ പരിശോധന സമയത്ത് തന്നെയാണ് അദ്ദേഹം കത്ത് കൊടുക്കുന്നത്. പലരും അവിടെ കയറുന്നു. അപ്പൊ അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു സാധ്യതയില്ല. അദ്ദേഹത്തെ പെടുത്താൻ അദ്ദേഹം അങ്ങനെ ഒരു സംശയം. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കൊന്നുമല്ല, മറ്റാർക്കും തന്നെ ഇല്ല. ഈ ഡോക്ടർ ഹാരിസിനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ലത് മാത്രമാണ്. അതല്ല അദ്ദേഹത്തല്ല, എവിടെയോ അതാണല്ലോ അദ്ദേഹത്തിന്റെ കുറ്റം. നമ്മളെ മന്ത്രിയോ ഞങ്ങളോ DM ആരും തന്നെ പറഞ്ഞിട്ടില്ല. നടക്കുന്ന എന്ത് കാര്യത്തിന്റെയും കസ്റ്റോഡിയൻ അദ്ദേഹം തന്നെയാണ്. അപ്പൊ അല്ല, അതങ്ങനെ പറഞ്ഞോളൂ. ആ റൂമിൽ വേറെ നമുക്ക് അറിയില്ല. അത് നിങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ക്ലോസ് ചെയ്യണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചിന്തിച്ചുള്ളൂ. പക്ഷെ അതിനുശേഷം നല്ലൊരു ക്ലൂ കിട്ടുകയാണെങ്കിൽ സർക്കാരിന്റെ തീരുമാനത്തിൽ പെടും. അതെ, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, എന്റെ റൂമിൽ വിലപിടിപ്പുള്ള ഇന്ന ഉപകരണങ്ങൾ, ഫയലുകൾ ഒക്കെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ കയറി ഏതെങ്കിലും തരത്തിലുള്ള ടാമ്പറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് HOD ആണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദി. പക്ഷേ അതിന്റെ ചാർജ് കൊടുത്തിട്ട് പോയത് അതിന്റെ കീ കൈമാറിയിട്ട് പോയ ആള് ഡോക്ടർ ടോണിയാണ്. അപ്പൊ ഡോക്ടർ ടോണി അറിയാതെ ആ റൂമിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും സംശയ ദൃഷ്ടി നിർത്തുന്നത് കൃത്യമായിട്ട് ടൈമെടുത്തിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോകണം. കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് പ്രിൻസിപ്പലിനോ സൂപ്പറിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതല്ല, ഇതിപ്പോ ഈ പ്രശ്നം നടക്കുന്നതൊക്കെ 2-3 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പിലാണ്. ആദ്യ പരിശോധനയിൽ കാണാത്ത ഒരു പട്ടിക. ആദ്യ പരിശോധന നടന്ന ഡേറ്റ് ഏതാണ് സാർ? 2-ാം തീയതി. നമ്മൾ ആദ്യം പറയാൻ പറ്റില്ല, രണ്ടാമത്തെ പരിശോധന അല്ല, ആദ്യം നടന്ന കഴിഞ്ഞ ശനിയാഴ്ച. അതിനുശേഷം ചെറിയ പെട്ടി കണ്ടത് ഏത് ഡേറ്റാണ് സാർ? മിനിഞ്ഞാന്ന് വെച്ചാൽ 6-ാം തീയതി. അന്ന് കാണാത്ത പെട്ടിയാണ് ഇന്നലെ കണ്ടത്. അപ്പൊ ഈ ഒറ്റ ദിവസത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണിത്. ആ ദിവസങ്ങളിൽ ഡോക്ടർ ഹാരിസ് എന്തായാലും ആശുപത്രിയിൽ ഇല്ല. അദ്ദേഹം അവധിയിലാണ്. ഇതിന്റെ കസ്റ്റോഡി ഡോക്ടർ ടോണി തോമസ് ആണ്. അദ്ദേഹം പറയട്ടെ സാർ, ഇത് ഈ താക്കോലാക്ക് കൈമാറിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൈമാറിയിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഡോക്ടർ ഹാരിസ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ
ബാക്കിലെ സ്ലൈഡിംഗ് വിൻഡോസ് മാറ്റുകയാണെങ്കിൽ അവർക്ക് അല്ല, അങ്ങനെയാണോ ഈ ദൃശ്യങ്ങൾ CCTV അത് ഈ കാര്യത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി അതുകൊണ്ടാണ് ഞാൻ ലിറ്റിൽ അൺകോമൺ ഇഷ്യൂസ് കണ്ടു അത് നോക്കണം എന്നും അതിന് സർക്കാരിന്റെ തീരുമാനത്തിനാണ് നമ്മൾ ഈ CCTV എന്ന് പറയുന്നത് ഈ റൂമിന്റെ ഇന്നർ സൈഡിലുള്ളതാണോ അല്ലെങ്കിൽ കോറിഡോർ അങ്ങനെയാണെങ്കിൽ ഡോർ തുറന്ന് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ സാർ അത് കൃത്യമായിട്ട് അത് കാണാൻ പറ്റുമോ എന്നുള്ളത് 103 TV ഉണ്ട്. ഇത്രയും സമയം അത് 24 അവർ ഒബ്സർവ് ചെയ്യണം. എപ്പോഴാ വന്നേക്കുന്നത്, ആരാ വന്നേക്കുന്നത് എന്നുള്ളത്. ഇത്രയും അതിന് ടൈം എടുക്കും. ഒരു ദിവസം കൊണ്ടോ അര ദിവസം കൊണ്ടോ പറ്റുന്ന കാര്യമല്ല. ഓരോ ടിവിയും 24 അവർ വാച്ച് ചെയ്യണം. 24 മണിക്കൂറത്തെ സേവനമാണ്. ഈ 103 എണ്ണം ഒബ്സർവ് ചെയ്യണം. എങ്കിലേ ഒരു കൃത്യമായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അത് വെറും സംശയമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ആ സംശയം നിങ്ങൾ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത്. അല്ല, അത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്താണെന്ന് കൃത്യമായിട്ട് നോക്കണം. ഈ കാര്യങ്ങളൊന്നും CCTV ദൃശ്യം ഈ കാര്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ട്. അത് അവിടെ തന്നെ ഉണ്ട്. ഇതിപ്പോ നാളെ ആയാലും അത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ല, അത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ? നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ? ഈ കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു അൺയൂഷ്വൽ ഇഷ്യൂസ് കാണുന്നത് കൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് അതിന് നമുക്കൊരു സമയം വേണം. ഇതിന് മറ്റു തരത്തിൽ പരിശോധന വരുമോ എന്ന് നമ്മളല്ല. നമുക്ക് എന്താണ് പ്രവീണ പറഞ്ഞു നമ്മൾ പോലീസൊന്നല്ല അല്ലേ? അപ്പൊ അത്രമാത്രം നമുക്ക് ഇതുള്ളൂ. അതിന് വേണ്ടിയിട്ട് വിശദമായിട്ട് പരിശോധന നടത്തേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചു 2/8 എറണാകുളത്ത് നിന്ന് ഒരു സ്ഥാപനത്തിന്റെ ബില്ലാണ്. അതെ, ഇത് ഒരു കവർ കവറല്ല, അതിന്റെ പെട്ടിയുടെ മേളില് ഇങ്ങനെ ഒട്ടിച്ചിരിക്കാം. സാധാരണ കൊറിയർ അയക്കുമ്പോ അതിനെ അയക്കുമല്ലോ, അത്രയാണ്. കൊറിയർ ബോക്സിനകത്ത് ഒരു കവറിനകത്താണ് അത് ഇരിക്കുന്നത്. കവർ പൊട്ടിച്ചു. എല്ലാവരുടെ യൂറോളജിയും DMEയുടെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ കവർ പൊട്ടിച്ചു. കവറിനകത്തുള്ള ബില്ലിലാണ് മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് 2/8 അവിടെ നിന്ന് ബില്ല് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ കണ്ടെത്തിയത്. ബില്ലിൽ എഴുതിയിരിക്കുന്ന കൊറിയർ ആരുടെ പേരിൽ വന്നെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇനി നോക്കണം. ഇത്രയും വളരെ ഗൗരവമുള്ളൊരു വിഷയം. ഈ ഉപകരണം വാങ്ങിയതിന്റെ ബില്ല് കൃത്യമായിട്ടുണ്ടല്ലോ. ഏത് ദിവസമാണ് ഇത് അവിടെ നിന്ന് വാങ്ങിയതെന്നുള്ള കാര്യം. ഇതിപ്പോ നിങ്ങൾ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള 2 ഡോക്ടർമാരാണ്. ഒരു ഉപകരണം കണ്ടാൽ അതിന്റെ കാലപ്പഴക്കം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് പുതിയ ഉപകരണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റേ 1.5 വർഷം മുമ്പുള്ള ഉപകരണം കണ്ടാൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അല്ലല്ല, മുമ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ ഇവിടെ ഒരു കേസിന് ഉപയോഗിച്ചിട്ടില്ല. അത് ഐഡിയലായിട്ടിരിക്കുവാണ്. ഇത്രയും നാളുണ്ട്. ഒരു കേസിന് ഉപയോഗിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റില്ല. റിപ്പീറ്റഡ് യൂസ് ചെയ്താൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഏതാണ് ഡോക്ടേഴ്സോട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഇതിന്റെ ട്രെയിനിങ് കിട്ടിയ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു കേസ് ചെയ്തു, ആ പേഷ്യന്റ് കോംപ്ലിക്കേറ്റഡ് ആയി, കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയതാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അപ്പൊ സൂപ്രണ്ട് പറയുന്നു ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള, അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആവശ്യമുണ്ട്. ആയിപ്പോയ ആളെങ്ങനെയാണ് സാർ ഇവിടെ വന്ന് ചെയ്യുന്നത്? അതിൽ തന്നെ പ്രശ്നമില്ലേ? ആയിപ്പോയ ഒരാളെ എങ്ങനെയാണ് തിരികെ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടുള്ളത്? ഇതില് സുഹൃത്തുക്കളെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇതില് എനിക്ക് കൺക്ലൂഡിംഗ് റിമാർക്സ് നമ്പർ 1, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച നിങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും സർക്കാർ അത് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ അത് സോർട്ട് ഔട്ട് ചെയ്ത് വളരെ കൂളായിട്ട് ഒരു നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ മാത്രമാണ് സർക്കാർ ഉദ്ദേശിച്ചത്. ഡോക്ടർ ഹാരിസിനെ പറ്റി ഒരു കോൺട്രവേഴ്സിയും ആരും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കുറച്ച് ലിറ്റിൽ ഇഷ്യൂസ് അതല്ലാതെ കണ്ട് പ്രശ്നങ്ങളില്ല. അത് നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് ഇത് ശരിയാക്കിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ 3 തവണ പരിശോധന ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ആദ്യത്തെ പരിശോധന എന്താ കണ്ടത്? ആദ്യത്തെ പരിശോധന നടത്തുന്നതായിരുന്നു DME ഉണ്ടായിരുന്നു. അതാണ് എന്താണ് ആ കാലത്ത് കണ്ടെത്തിയത്? ഈ HOD റൂം തുറന്നിട്ടില്ല. ബാക്കിയുള്ള
എച്ച്ഒടി റൂമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എച്ച്ഒടി റൂമിൽ അന്ന് പരിശോധിച്ചിട്ടില്ല. അവിടെ 2 തവണ ഇല്ല, അവിടെ 2 തവണ പരിശോധിച്ചത്. അപ്പൊ ആദ്യത്തെ തവണ ഒരു ചെറിയ പെട്ടി. അല്ല, സാറ് മാത്രം പോയത്. ആ പെട്ടിയിൽ എന്ത് ഉപകരണമായിരുന്നു? ഞാൻ പറഞ്ഞില്ല. അല്ല, ഒറ്റ കാര്യം, ഈ പെട്ടി ഏത് ഡേറ്റിലെ CCTV-യിലായി ഈ ഒരു ഇത് കാണില്ല. അല്ല, അത് ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രം നോക്കുവന്നതേ ഉള്ളൂ. ഡേറ്റ് ഇവിടെ കാണില്ലേ? ഉണ്ട്, അത് കൃത്യമായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മാറിപ്പോവില്ല. സംശയത്തിൽ നിലനിർത്തി ഇല്ല, സംശയത്തിലല്ല. അത് ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. ക്ലിയർ ആയിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന സമയത്താണ് കയറിയത്, ഇന്ന സമയത്താണ് അതിൽ പ്രശ്നമുള്ളത്. ഡോക്ടറെ ക്ലാരിറ്റി വരുത്തിയ ശേഷം ഇത് വാർത്താ സമ്മേളനം വിളിച്ചാൽ പോരാ. നിങ്ങൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇത്രേ ഉള്ളൂ. അതായത് അവിടെ ഇല്ലാതിരുന്ന ഒരു ഉപകരണം ഹാരിസിന്റെ അണ്ടർ കസ്റ്റഡിയിലുള്ള അതിന്റെ കസ്റ്റഡിയൻ അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉപകരണമാണ്, അദ്ദേഹത്തിനാണ് ചുമതല. ആ ഉപകരണം കാണാനില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനുശേഷം പുതിയൊരു ഉപകരണം കൊണ്ടുവച്ചു. സ്വാഭാവികമായി അവിടെ ഒരു എന്തിനാണ് വ്യക്തതയുള്ളത്? അതായത് പുതിയ ഉപകരണമാണോ എന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. ആരുടെ പേരിലാണ് കൊറിയർ വന്നതെന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. ഇനി അകത്ത് കയറിയത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. ചുരുക്കത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് എന്തിനാണ് വ്യക്തതയുള്ളത്? അവിടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ടൊരു അന്വേഷണം വേണം. ആ അന്വേഷണത്തിന് നിങ്ങൾ പ്രാപ്തരാണോ? അത് അല്ല, നമ്മൾ പ്രാപ്തരല്ല. റിപ്പോർട്ട് ചെയ്യണ്ടേ? അതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ഗവൺമെന്റിന് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ആദ്യത്തെ പരിശോധന ഡേറ്റ് ചെയ്താ കഴിഞ്ഞ 2-ാം തീയതി ശനിയാഴ്ച. അതെ. എച്ച്ഒടി റൂമില് 6-ാം തീയതി 2 days ഗ്യാപ്പിലാണ് ഈ 1 day എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 6-ന് 7-നും ആയിരിക്കണം ഇതിനകത്ത് ഈ സാധനത്തിൽ ഉണ്ടാവും അല്ലേ? അത് പറയാൻ പറ്റില്ല. അതായത് ഈ പുതിയൊരു കൊറിയർ വന്ന പെട്ടി അത് അൺബോക്സ് ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അത് പുതിയ കവറാണ് കൊച്ചിയിൽ നിന്ന് വന്നത്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഇന്നലത്തെ DME ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി സൂപ്രണ്ട് ജയന്തൻ ഉണ്ടായിരുന്നു, ഡോക്ടർ ടോണി ഉണ്ടായിരുന്നു, ടെക്നിക്കലായിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സാജു ഉണ്ടായിരുന്നു. ബില്ലിന്റെ ആ സ്ഥാപനം ഏതാണ്? ഇത് വാങ്ങിയ സ്ഥാപനം ബില്ലിൽ ഉണ്ടാവുമല്ലോ. ആ സ്ഥാപനത്തിൽ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് വാങ്ങിയതാണ്? സ്വകാര്യ സ്ഥാപനം. അതിനെപ്പറ്റി അന്വേഷിക്കണം തന്നെ പറയുന്നു. ഇതൊന്നും അന്വേഷിക്കാതെ അതായത് ഈ 2 പെട്ടികൾ കണ്ടെത്തിയല്ലോ, ചെറിയ പെട്ടി വലിയ പെട്ടി. ഈ 2 പെട്ടിയിൽ 2 ഒരേ സാധനമാണോ ഉണ്ടായിരുന്നത്? ഇതിലുള്ള സാധനം എന്തൊക്കെയാണ്? എന്താണ്? നമുക്ക് ഒന്നുകൂടെ പറയാം. നമുക്ക് 2 പെട്ടിയാണ്. ഒരു പെട്ടി കൊച്ചു പെട്ടി എന്ന് പറയും. കൊച്ചു പെട്ടിയിൽ സോക്കോൾഡ് മൊസിലോസ്കോപ്പ് ക്ലിയർ ആണല്ലോ. ഓക്കെ. 2ാമത്തെ പെട്ടിയിൽ വേറെ വലിയ പെട്ടി. ആ വലിയ പെട്ടിയിൽ 3, അതിന്റെ പേര് എനിക്കറിയില്ല, ഡോക്ടർ ടോണി പറഞ്ഞ നെസ്കോറോസ്കോപ്പ്. അതിന്റെ പേരിലാണ് ബില്ല് എഴുതി വെച്ചത്. മോസിലോസ്കോപ്പ് അവിടെ ഉണ്ട്. ആദ്യ പരിശോധനയിൽ മോസിലോസ്കോപ്പ് അവിടെ ഉണ്ട്. തെറ്റ്. 2ാമത്തെ പരിശോധന നേരത്തെ ഇല്ലാതിരുന്ന ഉപകരണം പിന്നീട് നടത്തിയ പരിശോധനയിൽ അവിടെ വന്നു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു പ്രസ് മീറ്റിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പരാജയം കൂടിയാണ്. എല്ലാ ബഹുമാനം പറയാം. അതായത് കൊറിയർ ആരുടെ പേരിൽ വന്നു എന്നറിയില്ല, കൊറിയർ എങ്ങനെ വന്നു എന്നറിയില്ല, CCTV ദൃശ്യങ്ങളിൽ ആരാണ് കയറിയെന്ന് വ്യക്തമല്ല. ശരി, അത് ഓക്കെ. പക്ഷെ എങ്ങനെ കയറി? 103 ക്യാമറയുണ്ട്, പക്ഷെ എങ്ങനെ കയറിയെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ല. പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം, ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ഡോക്ടർ ടോണിക്ക് എന്താണ് പറയാനുള്ളത്? ഡോക്ടർ ടോണി അറിഞ്ഞുകൊണ്ടാണോ ഈ ഉപകരണം അകത്ത് വന്നത്? അല്ലെങ്കിൽ ഒരാളെ റിസീവ് ചെയ്യണമല്ലോ, റിസീവ് ചെയ്ത് വാങ്ങി ഇവിടെ കൊണ്ട് ടോണി അറിഞ്ഞുകൊണ്ടല്ലാന്ന് ഡോക്ടർ ടോണി പറഞ്ഞിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. ഒരാളറിയാതെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിങ്ങൾ വിട്ടേക്കും, ഒരു സർക്കാർ സ്ഥാപനത്തിൽ സൂപ്രണ്ടിന്റെ മുറി തുറന്നായിരുന്നു. കഴിഞ്ഞില്ലല്ലോ. ഇന്ന് ആർക്കും വന്ന് കയറാവുന്ന ഇടമാണോ
മെഡിക്കൽ കോളേജിലെ അങ്ങനെ കയറാൻ പറ്റുന്നില്ല. ഡോക്ടറെ, നിങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ട വിഷയം അതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കണ്ടേ? അതിനും ഒരു അല്ല, പ്രൊസീജിയർ അതിന് ഒരു കാര്യമില്ല. ഇട്ടത് ഇതിൽ അസ്വാഭാവികത കണ്ടുകൊണ്ടാണ് ഈ മുറിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അതൊന്നും കണ്ട് സാധനം സാർ, അതിനകത്തൊരു കാര്യം, ഇതൊരു ക്രൈമാണ്. അതായത് HODയുടെ മുറിയിലേക്ക് ഒരാൾ കടന്നു കയറി, അതൊരു തെഫ്റ്റ് ആവാം, എന്താവാം. സോ ഇറ്റ്സ് എ ക്രൈം. ആ ക്രൈം ആകുമ്പോൾ അത് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണ് ആ ലോക്ക് ചെയ്തെടുത്തത്, സീൽ ചെയ്തെടുത്തത്. ഇന്നലെ സംഭവിച്ചത്. നമുക്ക് വിശദമായിട്ട് അതായത് ആ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ ലോക്ക് ഉപയോഗിച്ച് അല്ലല്ലല്ല. ഇല്ലല്ല, പുതിയ ലോക്ക്. പുതിയ ലോക്ക് ഇട്ടാലും ആർക്കൊന്നും പിന്നെയും കയറാമല്ലോ. ഇല്ല, അങ്ങനെയല്ല. പോവാലോ. അത് നമുക്ക് നോക്കാം. പുതിയ ലോക്ക് ഇട്ട് കയറി കഴിഞ്ഞാൽ അതവിടെ ആദ്യ പരിശോധന തന്നെ ഉണ്ട്. രണ്ടാം പരിശോധനയിൽ അല്ല, അത് പ്രശ്നമില്ല. അപ്പൊ അതായത് 6-ാം തീയതി പരിശോധന. രണ്ടാമത്തെ HOD റൂമിലെ പരിശോധനയിലാണ് ഈ വലിയ ബോക്സില് അടുത്ത ഉപകരണം കാണുന്നത്. അത് യഥാർത്ഥത്തിൽ മിസ്സിംഗ് പരാതിയിൽ ഉള്ളതല്ല. അല്ലല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതവിടെ കൊണ്ടാക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഇല്ല, അറിയില്ല. അതാണ് പറഞ്ഞത്. നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് വിശദമായിട്ട് നോക്കണമെന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി, അതായത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഈ ഉപകരണം ഈ ഡോക്ടർ ചാർജ് എടുക്കുന്നതിന് മുൻപാണ് ഈ ഉപകരണം വാങ്ങിയത് എന്നുള്ള കാര്യം, അതിന് മുൻപേ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർ വിശദീകരിച്ചത്. അങ്ങനെയാണോ, അതോ ഡോക്ടർ ഹാരിസ് ചുമതലയേറ്റതിന് ശേഷമാണോ നഷ്ടപ്പെട്ടത്? എങ്ങനെ അറിയുന്നത്? അവിടെ മിസ് ചെയ്ത എങ്ങനെ അറിഞ്ഞതാ? ഇതിലൂടെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അതെ, അത് പറഞ്ഞ അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നത് കാണാതെ പോയിട്ടുണ്ടോ? ഈ ഉപകരണം ഇതിന്റെ ഭാഗമാണ്, ഈ ഓസിലോസ്കോപ്പിന്റെ ഭാഗമാണ് രണ്ടാമത് കണ്ടെത്തിയ ഉപകരണം. ഓസിലോസ്കോപ്പ് ഒരു സിംഗിൾ സാധനല്ലേ? സിംഗിൾ സാധനം. ഇല്ല, മനസ്സിലാവുന്ന കാര്യം, ഈ ആദ്യത്തെ പരിശോധന കണ്ടെത്തിയ എക്യുപ്മെന്റ് ഏതാണ്? അതാണ് ഈ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, രണ്ടാമത്തെ പരിശോധനയിലോ? അല്ല മോനെ, ഈ പുതിയ മെറ്റീരിയൽ അതെ അതെ. Don't get lost. ഓക്കെ, അത് കണ്ടെത്തിയ ഒബ്ജക്ട്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. യൂറിട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. കാണാതെ ഉപകരണമല്ല. അല്ല, അത് ഈ ചിത്രത്തിലുള്ള ഉപകരണമല്ല. ഇല്ല. പക്ഷെ അതിന്റെ വലിയ ബില്ലിലാണ്. പക്ഷെ അതിന്റെ ബില്ലിലാണ് പ്രശ്നം. അത് ആ കുറിയർ വെച്ചേക്കുന്ന ബില്ലിൽ എഴുതിയിരിക്കുന്നുണ്ട് മോസിലോസ്കോപ്പ്. കൊറിയർ ആരെ പേരിലാണ് വന്നതെന്ന് നോക്കിയിട്ടുണ്ട്. അത് HOD എന്നാണ് അതിന്റെ ഓർമ്മ. ഡോക്ടർ, ഇത് മറ്റേ ശശി തരൂരിന്റെ ഫണ്ടിൽ നിന്ന് വാങ്ങുമ്പോൾ 12 ലക്ഷം രൂപയായിരുന്നു. ഈ എഴുതിയിരിക്കുന്ന ബില്ലിൽ എത്ര ബില്ലില്ല. അതിലെ മോസിലോസ്കോപ്പ് സെൻഡ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാർ, അതൊരു സീൽഡ് ബോക്സ് ആയിരുന്നു. അതിൽ മോസിലോസ്കോപ്പ് എന്നാണ് എഴുതിയിരുന്നത്. പക്ഷെ അതല്ല എഴുതിയിരുന്നത്. അതിന് മുകളിൽ ഒരു കവറുണ്ട്. സാധാരണ സീൽഡ് കവറിനകത്താണ് ഇത് ഓസിലോസ്കോപ്പ് ഉപകരണം കണ്ട പെട്ടിയിലാണ് ഓസിലോസ്കോപ്പിന്റെ ബില്ലുള്ളത്. അതെ അതെ, അതാ കറക്റ്റ്. അത്രേ ഉള്ളൂ. ഇപ്പോഴും ക്ലിയർ ആണല്ലോ. ഇത് കൊച്ചു കൊച്ചു ഇഷ്യൂസ് ഉള്ളൂ. അല്ല, പക്ഷേ അടിയന്തരമായി സർക്കാർ റിപ്പോർട്ട് ചെയ്ത് പോലീസിനെ കൊണ്ട് ചെയ്യും. അന്വേഷിക്കും. ഇന്ന് സർക്കാർ റിപ്പോർട്ട് ചെയ്യും. ഇന്ന് റിപ്പോർട്ട് ചെയ്യും. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മന്ത്രിയോ സംസാരിച്ചിരുന്നു? അവര് റിപ്പോർട്ട് ആവശ്യപ്പെടും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കണം. അവര് സ്ഥിരമായിട്ട് ആവശ്യപ്പെടും. അല്ല, എന്നാലും ഞാനൊരു സംശയം ചോദിച്ചോടെ, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മോഷണം നടത്താൻ നിങ്ങൾ ആദ്യം ആരോഗ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോലീസ് റിപ്പോർട്ട് ചെയ്യുക? ആരോഗ്യമന്ത്രി വിളിച്ച് പറയുന്നതല്ല. നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ അനുസരിച്ച് എൻക്വയറി റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സമയം കൂടി കൊടുക്കും. നശിപ്പിക്കുന്നതിന് അവിടെ CCTV ഉണ്ട്. ഉള്ളപ്പോഴാണ് കയറിയത്. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. CCTVയിലുള്ള ദൃശ്യങ്ങൾ എങ്ങും പോകുന്നില്ല. 24 മണിക്കൂറുള്ള ദൃശ്യങ്ങൾ എങ്ങും പോയിട്ടില്ല. 104 ക്യാമറ അത് പരിശോധിക്കട്ടെ. അത് ഓപ്പൺ ആണ്. അവസാനത്തെ കാര്യം, CCTV വിഷ്വലിൽ ഒരാൾ കയറി പോകുന്നത് സ്പെസിഫൈ ആയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ വാചകം നിന്ന് ഒരാള് മാറുന്നതായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് മനസ്സിലായിട്ടില്ല ആരാണ്. ഒറ്റ കാര്യത്തിൽ, അതായത് ആ റൂമിലേക്ക് കയറുന്നതാണോ അതോ ക്യാമറയ്ക്ക് മുന്നിൽ കൂടി അസ്വാഭാവികമായി കയറുന്നതായിട്ടാണ് കാണുന്നത്. സാർ, ആ സമയം എപ്പോഴാണ്? അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പക്ഷേ അങ്ങനെ കാണുന്നില്ല. കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. നിങ്ങൾ ഇപ്പൊ നമ്മളോട് പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ചെയ്യുന്നത് ഡോക്ടർ വളരെ സിമ്പിളാണ്. ഹാരിസ് ധാരണയുടെ ഞാനത് കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. ഇതിന്റെ കാരണം ഈ ഗവൺമെന്റിന്റെ ലെറ്റർ വന്നു. അതിന്റെ പേരിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ എൻക്വയറി റിപ്പോർട്ട്, സർക്കാരിന്റെ എല്ലാ എൻക്വയറി കമ്മീഷണർ റിപ്പോർട്ട് പറഞ്ഞു ഈ സാധനം മിസ്സിംഗ് ആണ്. അതിന്റെ കാര്യം. രണ്ടാമത് ലെറ്റർ ഇത് മനസ്സിലായില്ല. അതിന്റെ ബാക്കിൽ ഒരു ലെറ്റർ വന്നത് എവിടെയാണ് കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന ഇതിലാണ് ഈ ഈവൻസ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി വരാനും ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ കുറെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ
പരിശോധിക്കാനുള്ളത്. ഇത്രയധികം CCTV എണ്ണം ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ച് രാവിലെ 24 മണിക്കൂർ നോക്കണം എന്നാണ് പറഞ്ഞത്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല, കടന്നു പോകുന്നത് കാണുന്നുണ്ടെന്നുള്ളത്. CCTV കൃത്യമായി സമയം അറിയാൻ കഴിയും. ആ സമയം വെച്ച് ബാക്കി CCTV ഒരു ക്ലിപ്പ് വ്യക്തത വേണം. വ്യക്തത ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. വ്യക്തത കുറവാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി ഫർദർ ഇതേ ടെൻഷനൊക്കെ നമുക്കും ഉണ്ട്, പുള്ളിക്ക് മാത്രമല്ല. ഈ പറയുന്ന ടെൻഷനൊക്കെ സൂപ്രണ്ടും പ്രിൻസിപ്പലിനും ഒക്കെ ഉള്ളതാണ്. ഒരു ഡോക്ടർക്ക് മാത്രമല്ല, ഞാനൊരു ന്യൂറോ സർജനാണ്, ഞാനും ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് രാവിലെ അവിടെ ഓപ്പറേറ്റ് തിയേറ്ററിൽ കയറുമ്പോൾ ഇതാണ് വരുന്നത്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടർക്ക് മാത്രമുള്ളതല്ല. നമ്മൾ ക്ലിയർ ആക്കി പോട്ടെ. ഓക്കെ, ഇന്നലെ ഈ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ വേറെ താഴോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അതല്ലാതെ വേറെ ആ ലോക്ക് മാറ്റിയിട്ട് വേറെ ലോക്ക് ആയിട്ടേക്കും മാറ്റിയത്. അത് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് ഒരാൾ അതിനകത്ത് കയറുന്നതായിട്ട്. കേറിയെന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പൂട്ട് തുറന്ന് കേറി, നേരത്തെ പറഞ്ഞത് എങ്ങനെ കേറി, ഇതുവഴി കേറി അറിയില്ല. നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ആ ക്യാഷ് ലീവ് തന്നത് 4 മുതൽ 8 വരെയാണ്. അദ്ദേഹം ആ ക്യാഷ് ലീവിന് അപ്ലിക്കേഷൻ തന്ന പ്രിൻസിപ്പൽ ഓഫീസാണ് ലെറ്റർ തന്നിട്ടുള്ളത്. അത് 14 ദിവസത്തേക്ക് മറ്റേ ഞാനത് മോളിലോട്ട് ഓഫീസിലോട്ട് വിടുന്നു. കാരണം ഞാനല്ല എക്സ്പ്ലനേഷൻ ചോദിച്ചത്. നമുക്ക് നിർത്താം. എല്ലാ റിപ്പോർട്ടും ഇന്ന് തന്നെ അന്വേഷിച്ച് കൊടുക്കുമോ ഈ കാര്യത്തിൽ? ഈ ആഴ്ച കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കൊടുക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തന്നു. ഞാൻ ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോപ്പറേഷൻ. ഓക്കെ, എണീക്കല്ലേ